മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 28 ബുധൻ. വോട്ട് ചോരിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന് പൂർണ്ണ ജനകീയ പിന്തുണ ഉറപ്പാക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്ത്യ തീവ്ര വലതുപക്ഷത്തിന്റെ ചൊൽപ്പടിയിൽ പൂർണ്ണമായി അമരുന്ന കാലം വിദൂരമല്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വോട്ടർ പട്ടികകളിലെ അട്ടിമറി. ഇക്കൊല്ലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അസമിൽ സമ്മതിദായകരുടെ പ്രത്യേക കരട് പട്ടികയിൽ നിന്ന് വോട്ടർമാരെ നീക്കം ചെയ്യാൻ വ്യാജ പരാതികൾ വ്യാപകമായി ഫയൽ ചെയ്യപ്പെടുന്നതിനെതിരെ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ്, CPM, CPI, CPIML എന്നിവ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ജനുവരി 22 അവസാനിക്കുന്നതിന് മുമ്പായി വ്യാപകമായ തോതിൽ ഏകപക്ഷീയവും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ തടസ്സവാദങ്ങൾ കൂട്ടത്തോടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പരാതി. ബംഗാളി മുസ്ലിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണ പ്രക്രിയയ്ക്കിടെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് ചില അസുഖകരമായ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ചെയ്ത പൊതുപ്രസ്താവന ഒരു പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സ്വേച്ഛാപരവും ഭരണഘടനാ വിരുദ്ധവുമായ ചെയ്തികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റൊരു വശത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പശ്ചിമ ബംഗാളിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെ ചൊല്ലി കടുത്ത പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ നൊബേൽ സമ്മാന ജേതാവും വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ അമർത്യ സെൻ ആശങ്ക പ്രകടിപ്പിച്ചു പുറപ്പെടുവിച്ച പ്രസ്താവനയും ഏറെ ഗൗരവപ്പെട്ടതാണ്. ബംഗാളിലെ SIR തിടുക്കത്തിലുള്ളതാണ് എന്നും ഇത് ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. SIR പോലുള്ള നടപടികൾ തികഞ്ഞ ശ്രദ്ധയോടും സമയമെടുത്തും നടത്തേണ്ടതാണ് എന്നും ബംഗാളിൽ അതല്ല സ്ഥിതിയെന്നും പ്രൊഫസർ സെൻ ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരാണ് ഇതിൻ്റെയെല്ലാം ഇരകളെന്ന് ഓർമ്മിപ്പിക്കുന്ന അമർത്യ സെൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ നേരിടുന്ന പ്രയാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഹിന്ദുത്വ തീവ്രവാദികളുടെ ചെയ്തികൾ ഇക്കാര്യത്തിൽ വഹിക്കുന്ന പങ്കും അദ്ദേഹം സൂചിപ്പിക്കാതിരുന്നില്ല. ഇന്ത്യ നേരിടുന്ന ആഭ്യന്തര വിപത്തായി RSS താത്വികാചാര്യൻ MS ഗോൾവാൾക്കർ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ എന്നിവരുടെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തിയിരിക്കെ രാജ്യത്തെ ഏറ്റവും ശാഖകളുള്ള തീവ്ര ഹിന്ദുത്വ അർദ്ധസൈനിക സംഘത്തിൻ്റെ പൂർണ്ണ പിടിയിലമർന്ന ഇന്ത്യയിൽ തീർത്തും ഫാസിസ്റ്റ് ദിശയിലുള്ള ആസൂത്രണവും ജനാധിപത്യ ധ്വംസനവും വ്യാജ പ്രൊപ്പഗണ്ടയും മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മേന്മയും മഹത്വവും സമസ്ത വേദികളിലും ഉദ്ഘോഷിക്കുമ്പോൾ തന്നെ ആ ജനാധിപത്യത്തിൻ്റെ അടിവേരറക്കുന്ന ആസൂത്രിത ചെയ്തികളാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും അതേ ദിശയിൽ ചലിക്കുന്ന സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അമർത്യ സെൻ എടുത്തുകാട്ടിയ പോലെ മതന്യൂനപക്ഷങ്ങളും അടിത്തട്ടിൽ കഴിയുന്ന ഹൈന്ദവ ജനവിഭാഗങ്ങളുമാണ് നീതി നിഷേധത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഏറ്റവും മോശപ്പെട്ട ഇരകൾ. തന്മൂലം മതനിരപേക്ഷ ജനാധിപത്യത്തോട് ഒരളവോളമെങ്കിലും പ്രതിബദ്ധത കാട്ടുന്നവരായി അവർ കരുതുന്ന പാർട്ടികൾക്ക് പിന്തുണ നൽകുമ്പോൾ വോട്ടവകാശ നിഷേധത്തിലൂടെ ആ പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കാൻ സത്വരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് സമ്മതിദായക പട്ടികയുടെ കൃത്രിമ പരിഷ്കാരമെന്ന് കരുതാനാണ് സാഹചര്യം നിർബന്ധിക്കുന്നത്. തീവ്ര വലതുപക്ഷത്തിന് വോട്ട് നൽകുമെന്ന് പ്രതീക്ഷയില്ലാത്ത ജനപക്ഷ ദളിത് പീഡിത വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ നീക്കം ചെയ്യപ്പെട്ട സംഭവങ്ങൾ മഹാരാഷ്ട്ര, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യം കണ്ടു. ഇനിയിപ്പോൾ അസമിലും പശ്ചിമ ബംഗാളിലും കൂടുതൽ ഭീകരമായി അത് ആവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും ന്യായമായ പരാതി. പക്ഷേ സ്വത്തെ ചിറകരിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയേ ഉള്ളൂ എന്നതാണ് തിക്ത യാഥാർത്ഥ്യം. മരിച്ചവർ, സ്ഥലം മാറിപ്പോയവർ, എന്നോ ലോകത്തോട് വിട പറഞ്ഞ മാതാപിതാക്കളുടെ ജനന മരണരേഖകൾ കൈവശമില്ലാത്തവർ എന്നൊക്കെ രേഖപ്പെടുത്തി ലക്ഷങ്ങളുടെ പേർ പട്ടികയിൽ നിന്ന് രാഖിനാമാനം നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ അന്യസംസ്ഥാനക്കാരായാലും കൃത്രിമമായ മേൽവിലാസത്തിൽ പട്ടികയിൽ ചേർക്കുന്നു. വ്യാജ വോട്ടർമാരുടെ പിൻബലത്തിൽ തീവ്ര വലതുപക്ഷം മഹാഭൂരിപക്ഷത്തോടെ വിജയികളായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ അറുകൊലയും ശുദ്ധ ഫാഷിസവും എന്നല്ലാതെ ഈ ആസൂത്രിത പദ്ധതിയെ മറ്റെന്ത് വിശേഷിപ്പിക്കണം? വോട്ട് ചോരിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന് പൂർണ്ണ ജനകീയ പിന്തുണ ഉറപ്പാക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്ത്യ തീവ്ര വലതുപക്ഷത്തിന്റെ ചൊൽപ്പടിയിൽ പൂർണ്ണമായി അമരുന്ന കാലം വിദൂരമല്ല. മാധ്യമം പോഡ്കാസ്റ്റ്.